ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ഈ അടുത്ത് നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എക്സാമിന് ശരിക്കും പഠിക്കാത്തവർക്ക് വേണ്ടി അല്പം കൂടുതലായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് കണ്ടുപഠിക്കുക. കൂടാതെ നമുക്ക് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ എല്ലാ ക്ലാസ്സുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാവധാനത്തിൽ പറഞ്ഞെടുത്തിരിക്കുന്ന ക്ലാസ്സുകളുടെ ലിങ്ക്, പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു നോക്കുക, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടോടെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദ പാർട്ട്നേഴ്സ് ഇൻ. അതായത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്തുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ഓൾഡ് റേഷ്യോയിലാണത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഓൾഡ് റേഷ്യോയിൽ റിട്ടയർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റേഷ്യോ ആണ് നമ്മൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോയിലല്ല, നമ്മൾ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ലോസ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് അല്ലേ. അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ റേഷ്യോ ഉൾപ്പെടെയുള്ള ഈ ഓൾഡ് റേഷ്യോയിലാണ് അത് ഡിവൈഡ് ചെയ്യേണ്ടത്. ദെൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എ റിട്ടേൺ എഗ്രിമെൻറ്റ് ദ പാർട്ണേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ്. നമുക്ക് റിട്ടേൺ എഗ്രിമെൻറ്റ്, അതായത് പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ണേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ്, താഴെ പറയുന്നത് ഏത് കിട്ടാനാണ് പാർട്ണേഴ്സിന് അർഹത. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് സാലറി കിട്ടില്ല, ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടില്ല, കമ്മീഷൻ കിട്ടില്ല അല്ലേ. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോണാണ് അറ്റ് 6% അല്ലേ. അതാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എങ്കിൽ റിട്ടേൺ എഗ്രിമെൻറ്റിൻ്റെ ഒരു ആബ്സെൻസിലും പാർട്ണേഴ്സിന് അർഹതയുള്ള എമൗണ്ട് അതാണ്. ദെൻ ലൈബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഈസ് ക്രെഡിറ്റ് ടു ഡാഷ് അക്കൗണ്ട്. ലൈബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, ഒരു പാർട്ണറുടെ ഡിസൊല്യൂഷൻ സമയത്ത് കമ്പനിയുടെ ഫേമിൻ്റെ ഒരു ലൈബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുന്നത് ആരുടെ അക്കൗണ്ടിലാണ്? ആ ലൈബിലിറ്റി ഏറ്റെടുക്കുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. കാരണം അയാൾക്ക് അത്രയും എമൗണ്ടിന് അർഹത ഉണ്ടായിരിക്കും, അയാൾ ലൈബിലിറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ അൺറെക്കോർഡ് ലൈബിലിറ്റി ഡാഷ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അൺറെക്കോർഡ് ലൈബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ ലൈബിലിറ്റി കൂടുന്നതിന് തുല്യമാണ്. ലൈബിലിറ്റി കൂടുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ അൺറെക്കോർഡ് ലൈബിലിറ്റി എന്ത് ചെയ്യണം? നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ വെൻ ഓൾ ദി പാർട്ണേഴ്സ് ഓർ ഓൾ ബട്ട് വൺ പാർട്ണർ ബിക്കം ഇൻസോൾവെൻറ്റ്. ഒന്നുകിൽ എല്ലാ പാർട്ണേഴ്സും അല്ലെങ്കിൽ ഒരു പാർട്ണർ ഒഴികെ ബാക്കി എല്ലാ പാർട്ണേഴ്സും ഇൻസോൾവെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഡിസൊല്യൂഷനിലേക്കാണ് നയിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അത് കമ്പൽസറി ഡിസൊല്യൂഷനിലേക്ക് നയിക്കും അല്ലേ. Then the capitalized value of a average profit of a business is 7 lakhs and value of net asset is rupees 6,10,000. നമുക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ഓഫ് നെറ്റ് അസറ്റിൻ്റെ വാല്യൂവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുഡ്വിൽ, ഫേമിൻ്റെ ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ രണ്ട് രീതിയിലാണ്, ബൈ ക്യാപിറ്റലൈസിങ് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ബൈ ക്യാപിറ്റലൈസിങ് സൂപ്പർ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് തന്നിരിക്കുന്നുണ്ട്. അത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് അത് 7 lakhs ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് അസറ്റും പറഞ്ഞിട്ടുണ്ട് 6,10,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 7 lakhs മൈനസ് 6,10,000 90,000 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. 90,000 ആണ് ആൻസർ വരിക. ഇനി അടുത്ത് നോക്കുക. ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് കണക്റ്റഡ് ടു സം ഫാക്ടേഴ്സ്. ഗീവ് എനി 4 factors അഫക്റ്റിംഗ് ഗുഡ് വിൽ. നമുക്ക് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 4 ഫാക്ടേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, ടൈം ഫാക്ടർ, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജ്. അങ്ങനെ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു 4 ഫാക്ടർ നിങ്ങൾ എഴുതുക. ദെൻ അടുത്ത് നോക്കാം. അനു, മിനു ആൻഡ് ജിനു ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:4:2. ഇപ്പോൾ ഇവിടെ അവരുടെ പഴയ റേഷ്യോ എന്ന് പറയുന്നത് 3:4:2 ആണ്. ജിനു റിട്ടയർ ഫ്രം ഫേം, അതിൽ ജിനു ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ജിനു ഇവിടെ ലാസ്റ്റ് ആളാണല്ലേ. 2 ഷെയർ ഉള്ള ജിനു ആണ് റിട്ടയർ ചെയ്യുന്നത്. അനു ആൻഡ് മിനു ഡിസൈഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 1:2. അപ്പോൾ റിട്ടയർ ചെയ്യാത്ത പാർട്ണേഴ്സ് അവർ 1:2 ആണ് അവരുടെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണല്ലേ. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അപ്പോൾ അവിടെ അവരുടെ ഓൾഡ് ഷെയർ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3:4:2 ആണ്. ഷെയർ ഓഫ് അനു ആൻഡ് മിനു, നമുക്ക് അവരുടെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 1:2 ആണെന്ന് പ്രത്യേകം എടുത്തും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ കുറയ്ക്കണം അല്ലേ. അതായത് ഗെയിനിങ് റേഷ്യോ ഇവിടെ ഉള്ളത് ആർക്കാണ്? റിട്ടയർ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ, റിട്ടയർ ചെയ്യാത്ത ആ പാർട്ണേഴ്സിനാണ്, അതായത് റിമൈനിങ് പാർട്ണേഴ്സിനാണ് ഇവിടെ ഗെയിനിങ് റേഷ്യോയ്ക്ക് അർഹതയുള്ളത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ന്യൂ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, ഓൾഡ് ഷെയറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ കുറയ്ക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് അനുവിൻ്റെ ഗെയിനിങ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അനുവിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 1:2 ആണ് ന്യൂ റേഷ്യോ അല്ലേ. അപ്പോൾ ആദ്യത്തെ ആളുടെ 1/3 ആണല്ലേ. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 2 ഈ രണ്ടോടും കൂട്ടിയെടുക്കുന്നതാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ 1/3 ആദ്യത്തെ ആളുടെയും 2/3 നമുക്ക് മീനുവിൻ്റെ രണ്ടാമത്തെ ആളുടെയാണ് ന്യൂ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആളുടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അനുവിൻ്റെ 1/3 മൈനസ് 3/9. 3/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അയാളുടെ ഓൾഡ് റേഷ്യോ അല്ലേ. 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 + 4 + 2 അല്ലേ. ഇതെല്ലാം കൂട്ടിയെടുക്കുന്നതാണ് 9 വരുന്നത്. അപ്പോൾ 1/3 മൈനസ് 3/9 എന്ന് വരും. നമുക്കിവിടെ 1/3 മൈനസ് 3/9 എന്നുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക, 1/3 മൈനസ് 3/9 അങ്ങനെ എഴുതുക. നമുക്ക് ഈ ഒരു 3 ഇവിടെ 9 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ ഏതാണോ ചെറിയ ഡിനോമിനേറ്റർ, അതായത് 3നെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 9 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് നമുക്ക് ഈ മോഡിലുള്ള ന്യൂമറേറ്റർ ആയിട്ടുള്ള 1നെയും നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 3 3 × 3 അങ്ങനെ വരും. അപ്പോൾ നമുക്ക് 3/9 എന്ന് വരും. അതായത് 1 × 3 3, 3 × 3 9 അല്ലേ. അപ്പോൾ ഇതിന് പകരം 3/9 എന്ന് വരും. ഇവിടെ നമുക്ക് 3/9 തന്നെ അല്ലേ. അപ്പോൾ 3/9 മൈനസ് 3/9 അങ്ങനെയാണ് നമുക്ക് 0/9 വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ 0/9 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾക്ക് ഗെയിൻ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. രണ്ടാമത്തെ ആളുടെ നമുക്ക് ഗെയിനിങ് റേഷ്യോ ഓഫ് മിനുവിൻ്റെ 2/3 മൈനസ് 4/9 ആണ് വരുന്നത്. ഇപ്പോൾ 2 എന്നാണ് പുതിയ ഷെയർ, പഴയ ഷെയർ 4 ആണല്ലേ. അപ്പോൾ 2/3 മൈനസ് 4/9 അതും ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 6 മൈനസ് 4/9 വരും, അതായത് 2/3 വരും. അതായത് ഓൺലി മിനു ഹാസ് ഗെയിൻ അല്ലേ. മിനുവിന് മാത്രമേ ഇവിടെ ഗെയിൻ ഉള്ളൂ, അത് 2 ആണല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. ഇനി റൈറ്റ് ദ ജേണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് FAM. ഡിസൊല്യൂഷൻ്റെ സമയത്ത് എഴുതേണ്ട ജേണൽ എൻട്രിയാണ് ഫോർ ക്ലോസിംഗ് വേരിയസ് അസറ്റുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അല്ലേ, റിവാലുവേഷൻ അക്കൗണ്ടിലേക്കല്ല, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ റിട്ടയർമെൻറ്റിലും അഡ്മിഷൻ സമയത്തും തയ്യാറാക്കുന്ന അക്കൗണ്ടാണ്. നമുക്ക് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ സമയത്ത് തയ്യാറാക്കുന്ന അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് അസറ്റുകളെല്ലാം മാറ്റേണ്ടത്. ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ അസറ്റ് മാറ്റുന്ന ജേണൽ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്സ് ഇൻഡിവിജ്വലി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇത് ലയബിലിറ്റീസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റാൻ വേണ്ടി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ 2 ജേണൽ എൻട്രിയാണ് വരുന്നത്. നോക്കുക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് ഇൻഡിവിജ്വലി, ലയബിലിറ്റി മാറ്റാൻ വേണ്ടി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അനൂപ് ആൻഡ് പ്രദീപ് ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 their capital on 1/1/2022 ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ വെയർ ആസ് ഫോളോസ്. അവരുടെ റേഷ്യോ 3:2 ആണ്. അവരുടെ ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട്. അനൂപിൻ്റെ 50,000 ആണ് വർഷാരംഭത്തിലുള്ളത്. അഡീഷണൽ ക്യാപിറ്റൽ വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് 6 മാസം കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 6 മാസത്തെ ആ 6 മാസത്തിന് ശേഷമുള്ള, അതായത് ബാക്കിയുള്ള 6 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലൂടെ നമുക്ക് 20,000 മേൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 50,000 ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും 20,000 ജൂലൈ 1 വർഷത്തിൻ്റെ പകുതിക്ക് വെച്ച് കൊണ്ടുവന്നുകൊണ്ട് ബാക്കി പകുതിക്ക് ആ 6 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രദീപിന് അയാളുടെ ക്യാപിറ്റൽ 40,000 രൂപ വർഷാരംഭത്തിൽ കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ, അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ 40,000 നമ്മൾ വർഷത്തിൻ്റെ ഫുള്ളിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നോക്കുക. അനൂപിൻ്റെ 50,000 നമ്മൾ ഫുൾ വർഷത്തേക്ക് 50,000 × 8% അല്ലേ, 4,000. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന് 20,000 6 മാസത്തേക്ക് അല്ലേ. അതായത് 20,000 × 8% × 6/12, അതായത് 6 മാസം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 800 വരും. അപ്പോൾ 4,800 രണ്ടോടും കൂട്ടി അനൂപിന് വരിക. പ്രദീപിന് വരുന്നത് 40,000 ക്യാപിറ്റൽ മേലെ 8%, അതായത് ഫുൾ ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. 40,000 × 8%, അതായത് വർഷത്തിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവന്നതാണ് അല്ലേ. അഡീഷണൽ ക്യാപിറ്റൽ ഇടയ്ക്ക് വെച്ച് കൊണ്ടുവന്നിട്ടില്ല. ഇടയ്ക്ക് വെച്ച് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ എത്ര മാസം ആണോ ബാക്കി ഇനിയുള്ളത് അത്രയും മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. 3,200 ഇവിടെ പ്രദീപിന് വരും. സോഹൻ ആൻഡ് മോഹൻ ആർ പാർട്ണേഴ്സ് ഇൻ FAM ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 5:3. ദേ അഡ്മിറ്റ് രമേശ്, പുതിയ ആൾ അഡ്മിറ്റ് ചെയ്യുന്നു. പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 4:2:1 ആണ്. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ അല്ലേ. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നുള്ളതാണ് സാക്രിഫൈസിങ് റേഷ്യോയുടെ ഇക്വേഷൻ എന്നുള്ളത് പഠിച്ചു വയ്ക്കണം അല്ലേ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ നമുക്ക് ഓൾഡ് റേഷ്യോ, നമ്മുടെ ഈ പാർട്ണേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ 5:3 ആണ്. അതായത് 5/8 എന്നും 3/8 എന്നും നമുക്ക് എഴുതാം അല്ലേ.
5/3 5:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/8 3/8 ആണല്ലേ. ന്യൂ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4:2:1 ആണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് 4/7 2/7 1/7 എന്ന് എഴുതാം. ഈ അടിയിൽ വരുന്ന ഡിനോമിനേറ്റർ വരുന്നത് റേഷ്യോനെല്ലാം കൂട്ടിയെടുക്കുന്നതാണ് അല്ലേ. ഇനി നമുക്ക് സോഹൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഓൾഡ് റേഷ്യോയിൽ നിന്ന് സോഹൻ്റെ ന്യൂ റേഷ്യോ കുറയ്ക്കണം അല്ലേ. അതായത് ഓൾഡ് റേഷ്യോ സോഹനെ സംബന്ധിച്ച് 5/8 ആണ്. 5/8 മൈനസ് എത്രയാണ് 4/7 അല്ലേ. 4/7. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇത് 8നെ നമുക്ക് 2 ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട് 8 7 ആണല്ലേ. അതിന് നമുക്ക് ഏതെങ്കിലും എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5/8 മൈനസ് 4/7 നമ്മൾ എഴുതി. അതിനുശേഷം നമുക്ക് 8 × 7 അല്ലേ, ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എഴുതണം 56. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത് കിടക്കുന്ന ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 7 × 5 35. പിന്നെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 8 × 4 32. നമ്മൾ ഇടയ്ക്ക് മൈനസ് ചിഹ്നം വരണം, കാരണം ഇവിടെ നമുക്ക് 5/8 മൈനസ് 4/7 അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈനസ് ഇവിടെ കൊടുക്കുകയും വേണം. 35 മൈനസ് 32 3 / 56 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതാണ് 3 / 56 എന്ന് ആൻസർ ഇവിടെ വരും. 3 / 56. അതുപോലെ തന്നെ മോഹൻ്റെ സാക്രിഫൈസും അങ്ങനെ കണ്ടുപിടിക്കണം അല്ലേ. 3/8 മൈനസ് 2/7 എന്ന് വരും. അപ്പോൾ നമുക്ക് 5/6 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് 3/56 5/56 അല്ലേ. 6 അല്ല 56. അപ്പോൾ 3:5 എന്നുള്ളതാണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ വരുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് വളരെ സാവധാനത്തിൽ പല മോഡലിലുള്ള സാക്രിഫൈസ് റേഷ്യോൻ്റെ കാൽക്കുലേഷൻ നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത നോക്കുക, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അണ്ടർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ ഏണിങ്സ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലേ. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 38,000 ആണ്. നോർമൽ ഏണിങ്സ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അത് കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ / 100 ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയാണ്? 3 lakhs ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. അത് 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 4 അത് നമ്മൾ അവസാനം മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 38,000 അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോർമൽ ഏണിങ്സ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കുന്നു. അതായത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100ൽ 10 അല്ലേ. അപ്പോൾ 30,000 കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 38,000 മൈനസ് 30,000 അല്ലേ. അതായത് ആവറേജ് പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ ഏണിങ്സ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അപ്പോൾ 8,000 കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് തന്നിരിക്കുന്ന ഈ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഗുഡ് വിൽ കിട്ടും 32,000 കിട്ടും. ഇനി മനു എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോസ് 5,000 per month regularly. Interest on drawings charged at 8%. Calculate the interest on drawings of Manu assuming that if അതായത് വിഡ്രോവലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 5,000 ആണ് എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നത്. ഹി വിഡ്രോസ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിനും തുടക്കത്തിൽ വിഡ്രോ ചെയ്യുമ്പോൾ എല്ലാ മാസത്തിൻ്റെയും മിഡിൽ വെച്ചാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എല്ലാ മാസത്തിൻ്റെയും അവസാനമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഇക്വേഷൻ വ്യത്യാസമുണ്ട്. നമുക്ക് 5,000 per month ആണ്. നമുക്ക് 60,000 അപ്പോൾ കിട്ടും അല്ലേ. അതായത് 5,000 × 12 മാസമാണുള്ളത്. അപ്പോൾ 5,000 × 12 60,000. ആദ്യത്തെ കേസിൽ നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്താണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 60,000 × 6.5 / 12 എന്നാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ. ഇൻറ്റു 8% ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ 2,600 വരും. ഇനി ഓൺ ദി മിഡിൽ ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിലോ 60,000 × 6/12 എന്ന് എടുക്കണം അല്ലേ. 6/12 ഇൻറ്റു 8% 2,400. ദെൻ ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിൽ 60,000 × 5.5 എടുക്കണം അല്ലേ. 5.5 / 12 ഇൻറ്റു 8%. അപ്പോൾ 2,200. അപ്പോൾ ഓരോ സമയത്തും ഇക്വേഷൻസിൽ വ്യത്യാസമുണ്ട്. ഈ എടുക്കുന്ന ഈ ഒരു മാസം ഇവിടെ 6.5 / 12, ഇവിടെ 6/12, ഇവിടെ 5.5 / 12 അല്ലേ. അങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മിക്കവാറും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. തിയറി ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ്സിൻ്റെ ടെർമിനേഷനിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് പൂർണ്ണമായിട്ടും ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്യും അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിൽ ഫേം ക്ലോസ് ചെയ്യുന്നു അല്ലേ, അടച്ചു പൂട്ടുന്നു. സെറ്റിൽമെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ലൈബിലിറ്റീസ് എല്ലാം റീവാൽ ചെയ്യുന്നു, പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു അല്ലേ. ഇവിടെ അസറ്റ് ലൈബിലിറ്റി എല്ലാം അസറ്റെല്ലാം കൊടുത്തു തീർത്ത് അസറ്റെല്ലാം വിറ്റ് തീർക്കുന്നു, ലൈബിലിറ്റി എല്ലാം കൊടുത്തു തീർക്കുന്നു അല്ലേ. കോർട്ടിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇവിടെ സാധാരണ വരുന്നില്ല, അത് പാർട്ണേഴ്സിൻ്റെ ഡിസിഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കോർട്ടും ഇടപെട്ടുകൊണ്ട് ഡിസൊല്യൂഷൻ നടക്കാറുണ്ട്.
ദെൻ എക്കണോമിക് റിലേഷൻഷിപ്പ് പാർട്ട്നേഴ്സ് തമ്മിലുള്ളത് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരാൾ പിരിഞ്ഞു പോയാലും മറ്റാളുകൾ അത് തുടർന്നുകൊണ്ട് പോകുന്നു അല്ലേ. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ, ഒരു പാർട്ണർ മരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പേയ്മെൻറ്റ് വൈൻഡിങ് അപ്പിനാണ് സൂചിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ണേഴ്സും തമ്മിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പ് എല്ലാം ഇവിടെ കംസ് ടു ആൻ എൻഡ് അല്ലേ, അത് അവസാനിക്കുന്നു. ബുക്സ് ക്ലോഷർ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, അടച്ചു പൂട്ടുന്നില്ല കമ്പനി അതുകൊണ്ടല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഫേം അടച്ചു പൂട്ടുന്നതുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം നമ്മളിവിടെ ക്ലോസ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലിസ്റ്റ് ഔട്ട് ഇനി 6 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദി റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ണർ. പാർട്ണറുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും 6 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ, അഡ്ജസ്റ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഗുഡ് വില്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്, റിവാലുവേഷൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ തുടങ്ങുന്ന ഇതിലേതെങ്കിലും ഒരു 6 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും പഠിച്ചിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നോക്കുക, ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട്നേഴ്സിൻ്റെ പേര് അരുണും വിമലും, റേഷ്യോ 3:2 ആണ്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 50,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% എന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5% എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എമൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% വെച്ച് എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം അല്ലേ. ഡ്രോയിങ്സ് എമൗണ്ട് തന്നിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5% ആണ്, അത് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഡ്രോയിങ്സിൻ്റെ എന്നാണ് വിഡ്രോ ചെയ്യുന്നുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആവറേജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6/12 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. സാലറി പറഞ്ഞിട്ടുണ്ട് 500 പെർ മന്ത് ആണ്. അപ്പോൾ അത് ആനുവലി ആക്കണം, 500 × 12 അല്ലേ. അത് അരുണ് മാത്രമേ ഉള്ളൂ. അരുണിൻ്റെ അരുണിൻ്റെ കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. കമ്മീഷൻ വിമലിന് മാത്രമേ ഉള്ളൂ 2,000 എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ചെയ്തിരിക്കുന്നത് നോക്കിയേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആദ്യം നമ്മൾ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം അല്ലേ, 50,000 രൂപ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, സാലറി അരുണിൻ്റെ കേസിൽ സാലറി 6,000 രൂപ അല്ലേ. 6,000 രൂപയാണ്, കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 500 പെർ മന്താണ് അല്ലേ. അപ്പോൾ 5 × 12 6,000. കമ്മീഷൻ പറഞ്ഞിട്ട് വിമലിന് മാത്രമാണ് 2,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അരുണ് 4,800 വിമലിന് 3,200 കിട്ടും അല്ലേ. 4,800 3,200 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇവിടെ ക്യാപിറ്റൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് 60,000 × 8% അരുണും 40,000 × 8% വിമലിനും അല്ലേ. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ അടുത്ത് നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അരുണ് 5,000 × 5% അല്ലേ. 5% × 6/12 വിഡ്രോ ചെയ്ത ഡേറ്റ് പറയാത്തതുകൊണ്ട് 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിമലിന് 4,000 × 5% × 6/12 അല്ലേ. അപ്പം 125 100 നമുക്കിത് കിട്ടും. അത്ര ഇതിന് ശേഷം നമ്മൾ ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. 34,255 കിട്ടുന്നത്. അതിന് നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന അവരുടെ റേഷ്യോ എത്രയാണ്? 3:2 ആണ് അല്ലേ. അപ്പോൾ 3:2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഇന്നർ ക്വാളിറ്റി കാണിക്കണം. അതായത് 34,225 × 3/5 അല്ലേ. അതായത് 20,535. അടുത്ത ആൾക്ക് 34,225 × 2/5 അല്ലേ. അതാണ് 13,690 വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഗീവ് ദ എൻട്രീസ് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓഫ് എ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ജേണലിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുന്നു അല്ലേ. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്താണ് ജേണലിൽ വരുന്നത്? നമുക്ക് അസറ്റ് അക്കൗണ്ട് ടു റീവാലുവേഷൻ അക്കൗണ്ട് എഴുതണം അല്ലേ. നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അസറ്റ് കൂടുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ജനറൽ റിസർവ് ട്രാൻസ്ഫേർഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ജനറൽ റിസർവ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അതായത് ഓൾഡ് പാർട്ണേഴ്സിന് മാത്രമേ ഉള്ളൂ. നമുക്ക് അഡ്മിഷൻ്റെ സമയമാണ്, അതുകൊണ്ട് ഓൾഡ് പാർട്ണേഴ്സിന് മാത്രമേ കൊടുക്കാവുള്ളൂ. പുതിയ പാർട്ണർക്ക് റിസർവിൻ്റെ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കരുത്. ദെൻ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലൈബിലിറ്റീസ്. ലൈബിലിറ്റീസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലൈബിലിറ്റി അക്കൗണ്ട് ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് കാണിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എസ് എ ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കിൻ്റെ. രാഹുൽ ആൻഡ് രവി ആർ പാർട്ണേഴ്സ് ഓഫ് AB ട്രേഡേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അപ്പോൾ 3:2 ആണ് അവിടെ റേഷ്യോ എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട് അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഡിസൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലമാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസറ്റൊക്കെ എങ്ങനെയാണ് വിറ്റത് എന്നും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണം. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന അസറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഒക്കെ ഒഴികെയുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. നോക്കിയേ, ഇവിടെ നോക്കിയേ, ലാൻഡ്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങളല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് ഇങ്ങോട്ട് അതേ എമൗണ്ട് വെച്ച് ഇങ്ങോട്ട് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നല്ലേ.
ഇനി നമുക്ക് ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ക്രെഡിറ്റേഴ്സ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. ക്രെഡിറ്റേഴ്സ് 10,000 നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അതിനുശേഷം നമുക്ക് അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷ് പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിലീസ്ഡ് 80,000 അല്ലേ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിലീസ്ഡ് 80,000. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ ആണ് ജേണൽ എൻട്രി. അപ്പോൾ ബൈ ക്യാഷ് എന്ന റിയലൈസേഷൻ അക്കൗണ്ട് എഴുതിയിട്ട് നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തുള്ള അതിൻ്റെ താഴെ കൊടുത്തതിന് ശേഷം അല്ലേ. അപ്പോൾ ഈ ക്യാഷ് എന്ന് എഴുതാൻ മറന്നു പോകരുത്. ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കിട്ടി 80,000, ഫർണിച്ചർ 20,000 കിട്ടി അല്ലേ. ഫർണിച്ചർ 20,000 വിറ്റത്. ഡെപ്റ്റേഴ്സ് വിറ്റ് നമുക്ക് 10% കുറവാണ് കിട്ടിയത്. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 20,000 ആണല്ലേ. 20,000-ൻ്റെ 10%, അതായത് 2,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 18,000 വരുന്നത് അല്ലേ. 18,000 കിട്ടി. ഇതൻ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ടേക്കൺ ഓവർ ബൈ രാഹുൽ അത് ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ രാഹുൽ അത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ബൈ രാഹുൽസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത് അല്ലേ. ബ്രാക്കറ്റിൽ സ്റ്റോക്ക് എന്ന് എഴുതുക 10,000 രൂപ അല്ലേ. ഇത് നമ്മൾ രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഈ ഒരു എമൗണ്ട് റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 10,000 രൂപ നമുക്ക് ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുക. ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 10,000 അല്ലേ. 10,000 ഇവിടെ സ്റ്റോക്കിൻ്റെ എമൗണ്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് അല്ല എഴുതേണ്ടത് കേട്ടോ, റിയലൈസേഷൻ ആണ് എഴുതേണ്ടത് കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ടിലാണ് നമ്മളത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ റിയലൈസേഷൻ എഴുതാൻ മറന്നു പോരുത്. ഒരു സ്റ്റോക്ക് ഒന്ന് തെറ്റിപ്പോയിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് തന്നെ എഴുതണം. കാരണം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ബൈ രാഹുൽസ് ക്യാപിറ്റൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരുമ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടാണ് എഴുതേണ്ടത്, സ്റ്റോക്ക് എന്നല്ല എഴുതേണ്ടത്. സ്റ്റോക്ക് വേണമെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. എന്നിട്ട് രാഹുലിൻ്റെ കോളത്തിൽ എഴുതണം കേട്ടോ. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്, അത് നോട്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ളത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുത്തു തീർക്കണം അല്ലേ. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കൊടുത്തു തീർക്കണം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തുകൊണ്ട് നമ്മൾ 10,000 കൊടുത്തു തീർക്കണം. ഓക്കെ. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 18,000 രൂപ നമുക്ക് റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടും. അതിന് നമുക്ക് അവരുടെ റേഷ്യോ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, റേഷ്യോ പറഞ്ഞിരിക്കുന്നത് 3:2 ആണല്ലേ. ഈ റേഷ്യോയിൽ 3:2 ഡിവൈഡ് ചെയ്യണം. 18,000 ഇൻറ്റു 3/5 10,800, 18,000 ഇൻറ്റു 2/5 7,200 അല്ലേ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ എമൗണ്ട് ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ പഴയ ബാലൻസ് ആദ്യം എടുത്ത് എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ബാലൻസ് BD എഴുതിയ ശേഷം റിയലൈസേഷൻ പ്രോഫിറ്റ് ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ടുകൾ എന്ത് ചെയ്യണം, നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു രാഹുലിൻ്റെ കോളത്തിൽ സ്റ്റോക്ക് ഏറ്റെടുത്ത കാര്യം എഴുതണമെന്ന് പറഞ്ഞു, ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ മതി. നമുക്ക് 60,800 47,200 ബാലൻസ് കിട്ടും അല്ലേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഖിൽ, ബിബിൻ ആൻഡ് ചന്ദ്രു ആർ പാർട്ണേഴ്സ് ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. അവരെ ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ് അല്ലേ. അതായത് 1:1 ആണ്. അഖിൽ റിട്ടയർ ചെയ്യുന്നു. 31 ഡിസംബറാണ് റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർമെൻറ്റ് സമയത്ത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 1,20,000 ഉണ്ടായിരുന്നു അല്ലേ. ബിബിൻ ആൻഡ് ചന്ദ്രു വേർ പ്രോമിസ് ടു പേ ഹിസ് ക്യാപിറ്റൽ ഇൻ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ബാലൻസ് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് 1,20,000 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 30,000 വെച്ച് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. 4 തവണ 30,000 × 4 1,20,000. അതിന് കൂടെ 10% ഇൻട്രസ്റ്റോടും കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ. ഓൺ അൺപെയ്ഡ് എമൗണ്ട് ആണ്. അത് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് പോലെ. അതായത് നമുക്ക് ഇനി എത്രയാണോ അടയ്ക്കാനുള്ളത് അതിൻ്റെ 10% നമ്മൾ ഇൻട്രസ്റ്റോടും കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ അഖിലിൻ്റെ ലോൺ അക്കൗണ്ട് 4 വർഷത്തേക്കുള്ള തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഖിലിൻ്റെ ലോൺ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ബൈ അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1,20,000 അഖിലിൻ്റെ ലോൺ അക്കൗണ്ടിൽ എഴുതണം അല്ലേ. കാരണം നമ്മൾ അഖിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു അഖിൽസ് ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ടു ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ അഖിലിൻ്റെ ലോൺ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ എഴുതേണ്ടത് ബൈ അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം 1,20,000. അതിനുശേഷം ആ വർഷത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ആണ് 1,20,000 10% 12,000 അല്ലേ. അപ്പോൾ മൊത്തം 1,32,000 വരും. അതിൽ നമ്മൾ ആ മാസത്തെ ഇൻട്രസ്റ്റ്, ആ വർഷത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണം, ഒപ്പം തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം അല്ലേ. ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 30,000 എന്നുള്ളത്. അതായത് 1,20,000 ഡിവൈഡ് ബൈ 4. 30,000 ഈ വർഷത്തെ ഇൻട്രസ്റ്റോട് 12,000 കൂട്ടിയിട്ട് 42,000 രൂപ നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിട്ട് കാണിക്കുക. എന്നിട്ട് ബാലൻസ് ചെയ്യണം അല്ലേ. ബാലൻസ് BD നമുക്ക് 90,000 കിട്ടും, ബാലൻസ് കിട്ടും. ആ 90,000 നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതി ബൈ ബാലൻസ് BD എന്ന് എഴുതി രണ്ടാമത്തെ വർഷം. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം. അത് 90,000-ൻ്റെ 10% മതി അല്ലേ. അപ്പോൾ ഇവിടെ 90,000-ൻ്റെ 10% നമുക്ക് 9,000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 30,000 പ്ലസ് 9,000 39,000 നമ്മളിവിടെ ക്യാഷായിട്ട് അടച്ചു ചേർക്കുന്നു. അതിനുശേഷം നമുക്ക് ബാലൻസ് ചെയ്യുന്നു 60,000 ബാലൻസ് വരുന്നത് അല്ലേ. 60,000 നമ്മൾ ബാലൻസ് BD എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറക്കി എഴുതും. ഇവിടെ നമുക്ക് ഇവിടെ ടോട്ടൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ടോട്ടൽ എമൗണ്ടാണ് 96,000. ഇപ്പോൾ ഈ 60,000 നമ്മൾ അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസായിട്ട് 60,000 ഇങ്ങോട്ട് ഇറക്കി എഴുതി. അതിനുശേഷം ആ വർഷം 60,000 ഇൻറ്റു 10% 6,000 നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ മൂന്നാമത്തെ വർഷം നമ്മൾ പൈസ കൊടുക്കുകയാണ് 30,000 നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 6,000 നമ്മൾ 36,000 രൂപ
നമ്മൾ അടച്ചു ചേർക്കുന്നു. ബാക്കി എത്രയുണ്ട്? ബാക്കി 60,000 നിന്ന് 36,000 പോയി കഴിഞ്ഞാൽ ബാക്കി 30,000 ഉണ്ടല്ലേ. ഇവിടെ ഒരു 0 കുറവാണ്. അപ്പോൾ 30,000 നമ്മൾ ബാക്കി ബാലൻസ് ഉണ്ട്, അതിങ്ങോട്ട് ഇറക്കി എഴുതുന്നു അല്ലേ. ഇവിടെ നമുക്ക് 66,000 ഇവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്, ഒരു വര കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ 30,000 രൂപ നമ്മളിവിടെ ഇങ്ങോട്ട് ഇറക്കി എഴുതുന്നു. 30,000 ഇനിയിപ്പോൾ 3,000 രൂപയാണ് ഇൻട്രസ്റ്റ് അല്ലേ. 30,000 10%. അപ്പം 33,000 രൂപ. 30,000 നമ്മൾ അടച്ചു ചേർക്കുമ്പോൾ നമ്മൾ ഈക്വലാവുന്നു അല്ലേ. ഇത് നമുക്ക് ടാലി ആവുന്നു. നമുക്ക് 30,000 രൂപ ടാലി ആയിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അർപ്പിത ആൻഡ് ബിനീത ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അവർ റേഷ്യോ 3:2 ആണ്. അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഓൺ ദാറ്റ് ഡേ അഡ്മിറ്റ് സുനിത അല്ലേ, പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യാണ് ഫോർ 1/4 ഷെയർ. 1/4 ഷെയറിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഫർണിച്ചർ ഓഫ് സ്റ്റോക്ക് അതൊക്കെ ഡിപ്രീഷിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് അപ്രീഷിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കണം അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും മാത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കണം. അതായത് ഫർണിച്ചറും സ്റ്റോക്കും ഡിപ്രീഷിയേറ്റ് ചെയ്തു, 10% കുറഞ്ഞു അല്ലേ. അതായത് ഫർണിച്ചറിൻ്റെ 10% 1,500-ഉം പിന്നെന്താണ് കുറഞ്ഞത്? സ്റ്റോക്കിൻ്റെ അല്ലേ, സ്റ്റോക്കിൻ്റെ 10% 3,000 അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. 1,500-ഉം സ്റ്റോക്കിൻ്റെ 3,000. എത്രയാണോ ആ ഒരു കുറഞ്ഞത്, ആ കുറഞ്ഞ എമൗണ്ട് മാത്രം നമ്മളിവിടെ ഡെബിറ്റ് ചെയ്താൽ മതി അല്ലേ. ഇനി നമുക്ക് അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ്. ബിൽഡിംഗ് കൂടുകയാണ് ചെയ്തത്, 20,000 കൂടി അല്ലേ. ബൈ 20,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 കൂടി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ കൂടിയ എമൗണ്ട് ഈ 20,000 നമ്മൾ എഴുതണം. ബൈ ബിൽഡിംഗ് 20,000 എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അടുത്ത പ്രൊവൈഡ് 5% ഫോർ പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് 5% പ്രൊവിഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് 1,000 അല്ലേ. 1,000 എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 20,000 ആണ്. 20,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 5% എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 20,000 × 5% ആണ് 1,000. അത് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ സുനിത ഹാവ് ടു ബ്രിങ് ₹50,000 ആസ് ഹർ ക്യാപിറ്റൽ ആൻഡ് 30,000 ആസ് ഗുഡ് വിൽ. സുനിത പുതിയ പാർട്ണർ 50,000 ക്യാപിറ്റലായിട്ടും പിന്നെ 30,000 ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരുന്നതായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 14,500 കിട്ടും. അത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ഓൾഡ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ 3:2 അല്ലേ. 3:2 നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനെ ഡിവൈഡ് ചെയ്ത് എമൗണ്ട് കണ്ടുപിടിക്കും. ഇനി നമ്മളത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ആദ്യം നമ്മുടെ ബാലൻസ്, നിലവിലുള്ള ബാലൻസ് അർപ്പിതയുടെയും ബിനിതയുടെയും 70,000 വെച്ചായിരുന്നു. പുതിയ ആൾ കൊണ്ടുവരുന്നുണ്ട് 50,000 രൂപ അല്ലേ. അപ്പോൾ പുതിയ ആൾ ക്യാഷ് കൊണ്ടുവരുന്നതായിട്ട് പറയുന്നതുകൊണ്ട് അതിൻ്റെ ബാലൻസ് എന്നല്ല പറയേണ്ടത്, ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത് കേട്ടോ. അവിടെ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ക്യാപിറ്റൽ ക്യാഷായിട്ട് പുതിയതായിട്ട് കൊണ്ടുവരല്ലേ. എന്നിട്ട് ആ ക്യാഷിൻ്റെ നേരെ നമ്മൾ 50,000 രൂപ സുനിതയുടെ കോളത്തിൽ എഴുതാൻ കാണിക്കണം കേട്ടോ. അങ്ങനെയാണ് എഴുതേണ്ടത്. ബാലൻസ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്. ദെൻ അടുത്ത റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യണം. ബൈ റീവാലുവേഷൻ 8,700, 5,800 എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഗുഡ് വില്, പുതിയ ആൾ കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ് വില് അവരുടെ ഓൾഡ് റേഷ്യോയിൽ, അതിനാണ് സാക്രിഫൈസ് റേഷ്യോ അല്ലേ, അതിൽ ഡിവൈഡ് ചെയ്ത് തരണം. അതിന് ബൈ ക്യാഷ് എന്ന് പറഞ്ഞാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക, ബ്രാക്കറ്റിൽ ഗുഡ് വിൽ എന്ന് കൊടുക്കുക. അതാണ് അല്പം കറക്റ്റ്. നമുക്ക് ഗുഡ് വില് കൊണ്ടുവരുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ഗുഡ് വില്, അതിനുശേഷം കൊണ്ടുവരുന്ന ഗുഡ് വില് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അതായത് ഗുഡ് വിൽ അക്കൗണ്ട് ഇട്ടിട്ട് ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 2 ഗുഡ് വിൽ നമുക്ക് ക്രോസ് ആയി പോകും. ബാക്കിയുള്ളത് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബൈ ക്യാഷ് എന്ന് തന്നെ കാണിക്കുക. എങ്കിലാണ് നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ നമുക്ക് പിന്നീട് ആ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല, എങ്കിൽ പോലും ക്യാഷ് എന്ന് എഴുതുന്നതാണ് കറക്റ്റ്. അപ്പോൾ 18,000, 12,000 നമ്മളിത് ഡിവൈഡ് ചെയ്ത് എഴുതുന്നു. അത് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ അല്ലേ 3:2 തന്നെയാണ്. അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് ബിയുടെ ക്വസ്റ്റ്യൻ നോക്കുക. ദ നീഡ് ഫോർ കോഡിഫിക്കേഷൻ. കോഡിഫിക്കേഷൻ്റെ നീഡ് എന്ന് പറയുന്നത് ഈസി ടു പ്രോസസ് ഡാറ്റ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ. നമുക്ക് താഴെ പറഞ്ഞിരിക്കുന്നത് ഈഫ് ആൻഡ് ഓർ സമ്മാണ് അതിൻ്റെ ഓഡ് വൺ ആയിട്ട് വരുന്നത് അല്ലേ. അതായത് സമ്മിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ലോജിക്കൽ ഫംഗ്ഷനും അരിത്തമാറ്റിക് ഫംഗ്ഷൻ തരംതിരിച്ചിട്ടുണ്ട്. സം എന്ന് പറയുന്നതാണ് ലോജിക്കൽ ഫംഗ്ഷൻ, ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം അരിത്തമാറ്റിക് ഫംഗ്ഷനിൽ പെടുന്നതാണ് അല്ലേ. അടുത്ത ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് EMI. ലോണിൻ്റെ EMI കണക്കാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ പേര് എന്തായിരുന്നു? PMD എന്നാണ് അല്ലേ. ഇത് ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നൊക്കെയാണ് ഇത് വരിക. നമുക്ക് PMD ആണ് നമ്മൾ EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, ലോണിൻ്റെ റീപേയ്മെൻറ്റ് എത്രയാണെന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ PMD ആണ്. ദെൻ ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് അണ്ടർ വിച്ച് ഡിപ്രീസിയേഷൻ ക്രിയേറ്റഡ് ഇൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിലാണ് വരുന്നത് അല്ലേ. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ബേസ്ഡ് ഓൺ ദി ഹിൻ ഗിവൺ. പർച്ചേസ് എന്ന് പറഞ്ഞത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? സെയിൽസ് ഒരു ഡയറക്റ്റ് ഇൻകം ആണല്ലേ.
സെയിൽസ് ഒരു ഡയറക്റ്റ് ഇൻകമാണ്, സെയിൽസ് ഒരു ഇൻകമാണ്, ഡയറക്റ്റ് ഇൻകമാണ്. ദെൻ വേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെൻ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകമാണ് അല്ലേ. നോക്കുക. ദെൻ അടുത്ത നോക്കുക, റൈറ്റ് ദ സിൻടാക്സ് ഫോർ ദി ഫോളോവിങ് ഫംഗ്ഷൻ. SLLൻ്റെയും PMDയുടെയും സിൻടാക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ SLLൻ്റെ സിൻടാക്സ് ഇങ്ങനെ വരും, PMDയുടെ ഇങ്ങനെ വരും അല്ലേ. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ നെയിം ദ 4 എലമെൻറ്റ്സ് ഓഫ് എ സ്പ്രെഡ്ഷീറ്റ് ഗ്രാഫ് ഓർ ചാർട്ട്. സ്പ്രെഡ്ഷീറ്റിലെ ഗ്രാഫ് ഓർ ചാർട്ടിൽ 4 എലമെൻറ്റുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ചാർട്ട് ഏരിയ, പ്ലോട്ട് ചാർട്ട്, ചാർട്ട് ഫ്ലോർ, ചാർട്ട് ടൈറ്റിൽ, ചാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, ഡാറ്റ സീരീസ്, അങ്ങനെ പലതുണ്ടല്ലോ. ഏതെങ്കിലും 4 പോയിന്റ് എഴുതുക. ദെൻ റൈറ്റ് ഇൻ യു യൂസസ് ഓഫ് പൈവറ്റ് ടേബിൾ. പൈവറ്റ് ടേബിളിൻ്റെ 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പൈവറ്റ് ടേബിൾ ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. ഒപ്പം തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എൻഹാൻസ്ഡ് ലേ ഔട്ട്, അട്രാക്റ്റീവ് ഫോർമാറ്റഡ് റിപ്പോർട്ട് വിത്ത് ഇംപ്രൂവ്ഡ് റീഡബിലിറ്റി. വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന, ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നല്ല ലേ ഔട്ടോട് കൂടി പൈവറ്റ് ടേബിൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ 2 കാര്യങ്ങൾ നമുക്ക് എഴുതാം. ദെൻ ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ ന്യൂ കാത്ത. സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ടുകൾ അല്ലേ, അതായത് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട് ന്യൂ കാത്തയിൽ ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതെല്ലാം നമുക്ക് എന്താണ്? സിസ്റ്റം ജനറേറ്റഡ് തന്നെയാണ് അല്ലേ. അതായത് ബൈ ഡിഫോൾട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളാണ് അല്ലേ. ദെൻ അടുത്ത് നോക്കുക, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ, പ്രിപ്പയർ ദ ടേബിൾ ടു ഷോ ലെഡ്ജർ ഗ്രൂപ്പ് ആൻഡ് വൗച്ചർ അല്ലേ. നമുക്ക് ലെഡ്ജർ ഏതാണ്, ഗ്രൂപ്പ് ഏതാണ്, വൗച്ചർ ഏതാണെന്നുള്ളത് താഴെ പറയാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ലെഡ്ജർ വരുന്നത് ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരുന്നത് അല്ലേ. അത് ഗ്രൂപ്പ് വരുന്നത് കറണ്ട് അസറ്റിൻ്റെ കീഴിലാണ് ക്യാഷ് വരുന്നത്. പിന്നെ ക്യാപിറ്റൽ വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഗ്രൂപ്പില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞ വൗച്ചറിലാണ് വരുന്നത് അല്ലേ, ക്യാഷ് കിട്ടുകയാണ്. പർച്ചേസ് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിലും, ക്യാഷ് വരുന്നത് കറണ്ട് അസറ്റിൻ്റെ കീഴിലുമാണ്. അത് പർച്ചേസ് വൗച്ചറാണ് രണ്ടാമത് വരുന്നത്. ദെൻ സാലറിയും ക്യാഷും, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും കറണ്ട് അസറ്റുമാണ്, പേയ്മെൻറ്റ് വൗച്ചറിലാണ് വരുന്നത് അല്ലേ. നെയിം ദ ഫംഗ്ഷൻസ് ആൻഡ് സിൻടാക്സ്. താഴെ പറയുന്നതിൻ്റെ ഫംഗ്ഷൻസും സിൻടാക്സും ലിബ്രെ ഓഫീസ് കാൽക്കിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. കൗണ്ട് ദ ലോജിക്കൽ വാല്യൂസ്, കൗണ്ടിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, അത് സിൻടാക്സ് കൗണ്ടാന്നാണ് അല്ലേ. കറണ്ട് ഡേറ്റും വിത്ത് ടൈമൊക്കെ വരുന്നത്, ഇതാണ് അതിൻ്റെ സിൻടാക്സ് വരിക. ജോയിൻ 2 or more ടെക്സ്റ്റ് സ്ട്രിങ്സ് വരുന്ന സിൻടാക്സ് വരുന്നത് കോൺകാറ്റനേറ്റ് അല്ലേ, കൺകാറ്റനേറ്റ് വരുന്നത് ഈ രീതിയിലാണ് അതിൻ്റെ സിൻടാക്സും വരുന്നത്. ദെൻ എക്സ്പ്ലെയിൻ എനി 3 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും 3 ലിമിറ്റേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫാസ്റ്റർ ഒബ്സൊല്യൂഷൻസ്, പെട്ടെന്ന് തന്നെ ടെക്നോളജി അപ്ഡേറ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്, ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് എഴുതാവുന്നതാണ്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 ഒബ്ജക്ട്സ് ഇൻ ലിബ്രെ ഓഫീസ് ബേസ്. ലിബ്രെ ഓഫീസ് ബേസിലെ 3 ഒബ്ജക്റ്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ടേബിളുകൾ, പിന്നെ ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്. അപ്പോൾ ഏതെങ്കിലും 3 നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതുപോലെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒരല്പം സ്പീഡിലാണ് പറഞ്ഞത്, ഒത്തിരി അങ്ങോട്ട് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി, ടൈം അങ്ങ് ലാഗാവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിർത്തിയുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് നോക്കി കണ്ടുപിടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്